ശബരിമലയുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ 2019 തിരുവാഭരണ കമ്മീഷണറായിരുന്ന RG രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ 2019 തന്നെയാണ് അവിടുന്ന് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നതുമൊക്കെ. അന്ന് സാറിൻ്റെ സമയത്താണോ? അന്ന് എന്താണ് സംഭവിച്ചത്? എൻ്റെ സമയത്തല്ല. ഞാൻ ഓഗസ്റ്റ് 5-ാം തീയതി 2019 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത്. ഇത് ജൂലൈയിൽ 19-20 തീയതികളിലാണ് ഇത് ഇളക്കിക്കൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും എന്നെ സംബന്ധിച്ചില്ല. കാരണം വെച്ചാൽ ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ജോലിയിൽ ഞാനിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 29-ാം തീയതി ഇങ്ങനെ ചെമ്പ് പാളികൾ ഓർഡറിനകത്ത് പറഞ്ഞിരിക്കുന്ന ചെമ്പ് പാളികളാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ഈ സ്വർണം പൂശാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ വിളിച്ച് പറയുന്നു, ഇങ്ങനെ ചെമ്പ് ഇതിൻ്റെ ദ്വാരപാലകരുടെ പാളികൾ ചെന്നൈയിൽ എത്തിച്ചിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ. അവിടെ ചെല്ലണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുന്നു. 29-ാം തീയതി രാവിലെ അവിടെ ചെല്ലുന്നു. ഈ ചെമ്പ് പാളിയെല്ലാം തൂക്കി നോക്കുന്നു. തൂക്കി അതിൻ്റെ മകസർ തയ്യാറാക്കുന്നു, വെയിറ്റ് എഴുതി വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രസൻസിൽ ഇത് സ്വർണം പൂശാനായിട്ട് കൊടുക്കുന്നു. സ്വർണം പൂശി 30-ാം തീയതി തിരിച്ചു വരുന്നു. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എടുക്കുന്നു. ഇത് തമ്മിലുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 394.100 ഗ്രാം, അതായത് ഏകദേശം ഒരു 49 പവൻ ഓളം വരും. ഇത് തൂക്കി മഹസർ എഴുതി ഫിനിഷ് ചെയ്ത് എല്ലാവരും ഒപ്പിടുന്നു. അന്ന് ഞാനുണ്ട്, എൻ്റെ ഓഫീസിലെ സൂപ്രണ്ടുണ്ട്, സ്മിത്തുണ്ട്, ഈ അന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ എല്ലാവരും ഉണ്ട്. ഇവരെത്രയും പ്രസൻസിലാണ് ഈ സാധനം തൂക്കുന്നത്. ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ കൊടുത്തയച്ചതായിട്ടാണ് പറയുന്നത്. അതെങ്ങനെ സംഭവിക്കും? അത് ഈ ഓർഡറിനകത്ത് പറയുന്നുണ്ട്. സംഭവിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമം അനുസരിച്ച് ഒരു റൂള് നിലനിൽക്കുമ്പോൾ ആ റൂള് വയലേറ്റ് ചെയ്ത് ബോർഡിന് പോലും ഓർഡർ കൊടുക്കാൻ പറ്റില്ല. ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കാൻ പറ്റില്ല. അത് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ ചെയ്ത് സ്റ്റാറ്റ്യൂട്ട് ആക്കിയിട്ടുള്ളതാണ് മാനുവൽ എന്ന് പറയുന്നത്, ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കേൾക്കട്ടെ, ഇപ്പോൾ ഒരു മെമ്പറുടെ കാലാവധി കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് റൂള് പ്രത്യേകിച്ച് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു മെമ്പറുടെ സ്ഥാനം മാറ്റുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇത് ആക്റ്റിലും പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ്, റൂളിലും ഉള്ളതാണ്. അപ്പോൾ ഇതിനെ മാറ്റി വേറൊരു ഓർഡിനൻസ് അല്ലെങ്കിൽ ഒരു ഓർഡർ റെക്ടിഫൈ ചെയ്ത് ഇറക്കി അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമല്ലേ ആ ഓർഡർ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പത്മകുമാർ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഓർഡർ എങ്ങനെ ഇറക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ മുതൽ പ്രശ്നമുണ്ട്. അവിടെ മുതൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലിൽ വ്യക്തമായിട്ട് അടിച്ചിട്ടുണ്ട്, ക്ഷേത്ര പരിസരത്ത് ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് വെച്ച് മാത്രമേ ഈ റിപ്പയറിംഗ് പണികൾ, ഉരുപ്പടികളുടെ റിപ്പയറിംഗ് പണികൾ നടത്താവുന്ന വ്യക്തമായ ഓർഡറുണ്ട്. മാനുവൽ വോളിയം 1 ചാപ്റ്റർ 11 35 മുതൽ 41 വരെ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റൂൾ അമെൻഡ് ചെയ്യണ്ടേ? റൂൾ അമെൻഡ് ചെയ്യാതെ ഇതെങ്ങനെ ബോഡിയിൽ നിന്ന് ഓർഡർ ഇറക്കാൻ പറ്റും? മറ്റൊന്ന്, സന്നിധാനത്ത് നിന്ന് അഴിച്ചു കഴിഞ്ഞ് ചെന്നൈയിലെത്തുന്നതിൽ കാലതാമസം വന്നിട്ടുണ്ടോ? സന്നിധാനത്ത് നിന്ന് 19-20 തീയതികളിലാണ് ഇത് അഴിച്ചുകൊണ്ട് പോയതായിട്ട് പറയുന്നത്, ജൂലൈയിൽ. പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ തരുന്നത് ഞാൻ പോകുന്നത് 29-ാം തീയതിയാണ്. ജൂലൈ തന്നെ അല്ല, ഓഗസ്റ്റ് 29, ഒരു മാസം കഴിഞ്ഞ്, ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞാണ് ഞാൻ പോകുന്നത്. അതായത് ഒരു മാസം കഴിഞ്ഞായിരിക്കും ഇത് അവിടെ എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ, അതിന് മുമ്പേ പറയാമല്ലോ. 19-ാം തീയതി പോയിരുന്നെങ്കിൽ 19-ാം തീയതി 20-ാം തീയതി ഇളക്കിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ആ മാസം തന്നെ പറയാമായിരുന്നല്ലോ തിരുവാഭരണ കമ്മീഷണർക്ക്. നേരെ അവിടെയാണ് പോയെങ്കിൽ അപ്പോൾ പിന്നെ അത്രയും ദിവസം ഇത് എവിടെ പോയി? വലിയ ഒരു വീഴ്ചയാണ് ദേവസ്വം വീഴ്ചയാണ്. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായിരുന്നാലും ബോർഡ് അത് എൻക്വയറി നടത്തുകയോ ബോർഡ് അതിന് വേണ്ടുന്ന അന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ സാധനം ഇയാളെ കൊടുത്തുവിട്ടു. പിന്നീട് തിരുവാഭരണ കമ്മീഷണർ എന്ന നിലയിൽ അതിൻ്റെ പുറത്ത് സാറിനൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് ഓർഡറിനകത്ത് പറയുന്നുണ്ട്, അതായത് തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം സ്വർണം പൂശുന്നതിന്. ആ സാന്നിധ്യം ഞാൻ വഹിച്ചു. എൻ്റെ പ്രസൻസിലാണ് ചെയ്തത്. തൂക്കം എടുത്തിട്ടുണ്ട്, വ്യത്യാസം കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്ര ഗ്രാം സ്വർണ്ണം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എഴുതി റെക്കോർഡ് ചെയ്ത് മാസ്റ്ററിൽ ഒപ്പിട്ട് എല്ലാവരും കംപ്ലീറ്റ് പേരും ഒപ്പിട്ട് മാസ്റ്റർ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. പിന്നെ ഇത് കൊണ്ട് ഫിറ്റ് ചെയ്യുമ്പം പോലും നമ്മളുടെ പറഞ്ഞിട്ടില്ല. ഇത് കൊണ്ടുവന്ന് രണ്ടാമത് ഫിറ്റ് ചെയ്തല്ലോ, ഫിറ്റ് ചെയ്ത് ആരും പറഞ്ഞിട്ടില്ല. അന്ന് അങ്ങനെയാണെങ്കിൽ തിരുവാഭരണ കമ്മീഷൻ അറിയിക്കണ്ടേ, അല്ലെങ്കിൽ വിജിലൻസിനെ അറിയിക്കണ്ടേ, അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുമ്പോൾ തൂക്കം നോക്കണ്ടേ? അപ്പോൾ ഈ തൂക്കം നോക്കിയിട്ടുണ്ടോ എന്നുള്ളതും ഇതിന് ഒരു രജിസ്റ്ററുണ്ട്, 4 രജിസ്റ്റർ, തിരുവാഭരണ രജിസ്റ്റർ. ഈ രജിസ്റ്ററിനകത്ത് ഇത് വ്യക്തമായിട്ട് എഴുതി നമ്പർ ഇട്ട് തൂക്കം അതിനകത്ത് എഴുതേണ്ടതാണ്. അതിപ്പം വിജയമല്യ ശ്രീകോവിൽ മൊത്തം സ്വർണം പൂശി, സ്വർണ്ണ കൊടിമരം പൂശി, അതിനുശേഷം അത് ദ്വാരപാലകർ പൂശി. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതെല്ലാം ഭഗവാന് കിട്ടുന്ന
ഉരുപ്പടികൾ മൊത്തം ആ രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം. എൻട്രി ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലായിരുന്നു. ഇത് പൊളിച്ച് മാറ്റുമ്പോൾ ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് അപ്പോഴേ അറിയാം. ആ രജിസ്റ്ററിലുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഗുരുതരമായ വീഴ്ച ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് 2019 സംഭവിച്ചു എന്നാണ് ആ സമയത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ പറയുന്നത്. അവിടെ മുതൽ തുടങ്ങിയ, അതായത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് ഒറ്റയ്ക്ക് കൊടുത്തു വിട്ടതിൽ മുതൽ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇപ്പോഴും തുടരുന്ന വിവാദങ്ങൾക്കൊരു പ്രധാന കാരണമെന്നാണ് ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും മനസ്സിലാകുന്നത്.